ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ സത്യവിശ്വാസത്തോട് 100% ചേർന്ന് നിൽക്കണം. പാപത്തോളം പാപ സാഹചര്യങ്ങളും വേർതിരിയണം. പാപകരമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ഇതാണ് ഇതും പലർക്കും ദൈവാനുഭവം കിട്ടാത്തതിൻ്റെ കാരണം, സൗഖ്യങ്ങൾ കിട്ടാത്തതിൻ്റെ കാരണം, അഭിഷേകം കിട്ടാത്തതിൻ്റെ കാരണം ഈ വേർപിടിയുന്നില്ല. എല്ലാം ഒരുമിച്ച് കൂടി നടക്കുകയാണ്. അതായത് നമ്മൾ പാപവും തിന്മയും നന്മയും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കുഴച്ചൊരു ജീവിതമാണ് എല്ലാം നടത്തുക. എന്നിട്ട് അതാണ് ശരിക്കും ഇവിടെ പ്രശ്നം വെച്ചാൽ ഇസ്രായേൽ ജനത്തിൻ്റെ അപകടങ്ങളുടെ അനർത്ഥങ്ങളുടെ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരോഹിതന്മാർ അല്ല നിയമജ്ഞന്മാർ അവർ ദൈവജനത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് വേറെ ചെന്നില്ല. മോശയ്ക്ക് കൊടുത്ത ദൈവിക നിയമങ്ങൾ ദൈവഗ്രന്ഥം വായിക്കുകയാണ്, വെറുതെ വായിക്കുകയാണ്, അത് കേൾക്കാൻ പറയുക. 10 പ്രമാണങ്ങൾ അവർക്ക് മുമ്പിൽ വ്യാഖ്യാനിക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ മുഴുവൻ പറയുക. ദൈവമായ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ എസ്ര